ഹലോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്രവാസികളെ കുറിച്ചാണ്. പ്രവാസികളെ കുറിച്ചാണ്. തീർച്ചയായിട്ടും നമ്മുടെ നാട്, പ്രത്യേകിച്ച് കേരളം, ഈ ഒരു ലെവലിലേക്ക് ഡെവലപ്പായത് സാംസ്കാരികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും അങ്ങനെ ആഡംബരപരമായിട്ടും സാമ്പത്തികമായിട്ടൊക്കെ ഉയർന്നത് നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ അല്ലെങ്കിൽ റവന്യൂ ആണ് എന്നുള്ളതിൽ യാതൊരുവിധ തർക്കവുമില്ല. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയ്ക്ക് വളരെ ഉന്നതിയിലെത്തിയത് സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ഉയർന്നത് നമ്മുടെ പ്രവാസികളുടെ റവന്യൂ കാരണത്താലാണ്. പഴയ തലമുറ തീർച്ചയായിട്ടും വളരെയധികം കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടൊക്കെ ട്ടാണ് അവർ ഇത്ര പുതിയ തലമുറയെ വിദ്യാഭ്യാസം കൊടുത്തവരെ ഈ ലെവലിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഇനി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അവർ ഈ പ്രവാസത്തിൽ ഇരിക്കുന്ന പ്രത്യേകിച്ച് പഴയ തലമുറ, പുതിയ തലമുറയ്ക്ക് അവർ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അവർ എഞ്ചിനീയർ, ഡോക്ടർ, അങ്ങനെ എന്തെങ്കിലും ഒരു വൈറ്റ് കോളർ ജോബിൽ ആണ് കൂടുതൽ ആളുകളും. പഴയ തലമുറ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ആണ് ഉള്ളത്. പ്രത്യേകിച്ച് ഒരു 40-45 വയസ്സ് മുതൽ അങ്ങോട്ടുള്ള ആളുകളൊക്കെ ഇപ്പോഴും വളരെ പ്രയാസത്തിലാണ്. അതിൽ തന്നെ ഏകദേശം ഒരു 70% ജോലികളൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ റോബോട്ടിക് ആ രൂപത്തിലേക്ക് പോകുമെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ പ്രവാസികൾ പ്രത്യേകിച്ച് അവർ ഈ ആഡംബരത്തിൻ്റെ ഒരു ലെവലിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവർ തീർച്ചയായിട്ടും ഈ ആഡംബര ജീവിതം വളരെ കുറക്കുകയും ഒരു മിനിമം ലൈഫിലേക്ക് കടക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്വഭാവം എന്നുള്ളതാണ്. അപ്പോൾ നാട്ടിൽ നിങ്ങൾ അയക്കുന്ന റവന്യൂ മൊത്തത്തിൽ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് വരുമാനം ഒരു 2 ലക്ഷം ഉണ്ടെന്ന് വിചാരിക്കും. ഒരു ഉദാഹരണമായിട്ട് പറയാം. 2 ലക്ഷം നിങ്ങൾ നാട്ടിലേക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചാണ് അവർ ഇവിടെ എക്സ്പെൻസ് കാണുന്നത്. അവർ ബിസിനസ് ക്ലാസ്സിൽ എയർക്രാഫ്റ്റിൽ ട്രാവൽ ചെയ്യാൻ നോക്കും, അതല്ലെങ്കിൽ നല്ല ഫസ്റ്റ് ക്ലാസ് ടാക്സികൾ പിടിക്കും, അല്ലെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ AC-യിൽ ഇത് ചെയ്യും, 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കും. അങ്ങനെ 2 ലക്ഷം ക്ലിയർ ആവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അയക്കുന്നത് അത്രയൊന്നും ആവശ്യമില്ല. ഒരു 20,000 ഉണ്ടെങ്കിൽ വീട്ടിലെ ചിലവും കാര്യങ്ങളും അതോടൊപ്പം തന്നെ നാട്ടിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ ചിലവെല്ലാം അതൊന്ന് കഴിഞ്ഞു പോകും. അതിലും താഴെയുള്ള ആളുകൾ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ കൂലിയൊക്കെ ചെയ്തിട്ട് വളരെ ഹാപ്പി ആയിട്ട് യാതൊരു പ്രോബ്ലം ഇല്ലാതെ ജീവിക്കുന്ന ആളുകൾ അനവധി ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മുടെ അതിഥി തൊഴിലാളികളും ഇവിടെ വന്നിട്ട് അവർക്ക് ഇവിടെ ഒരു ഗൾഫായിട്ടാണ് മനസ്സിലാകുന്നത്. 1000 രൂപ ഒരു ദിവസം കിട്ടുമ്പോൾ അവർക്ക് 30,000 രൂപ കിട്ടുന്നുണ്ട്. അപ്പോൾ അത്രയും ലെവലിലാണ്, അത്രയും ഹാപ്പി ആയിട്ട് ഇവിടെ കഴിഞ്ഞു പോകുന്ന അവരുടെ കുടുംബങ്ങൾ ഹാപ്പി ആയിട്ട് ജീവിച്ചു പോകുന്ന അവരുടെ കുടുംബം നല്ല വിദ്യാഭ്യാസം ഉണ്ട്. അവർക്കിതൊരു ഗൾഫായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അങ്ങനെ മലയാളികൾ ഇങ്ങനെ പ്രവാസിയായിട്ട് ഇങ്ങനെ ഒരു മെഴുകുതിരി പോലെ ഉരുകി ജീവിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു സമ്പാദ്യത്തിൻ്റെ അവർ കിട്ടുന്ന റവന്യൂ ഇപ്പോൾ ഒരു 50,000 ശമ്പളം ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഏകദേശം ഒരു 20,000-25,000 നാട്ടിലേക്ക് അയക്കൊണ്ടുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. ബാക്കിയുള്ളത് അവരെ നിങ്ങളുടെ അവിടുത്തെ എക്സ്പെൻസ് കഴിഞ്ഞിട്ട് ബാക്കി ഇൻകം സേവിങ്സിലേക്ക് മാറ്റുകയും അങ്ങനെ. കാരണം ഏത് സമയത്താണ് കൊളസ്ട്രോൾ, ഷുഗർ, BP, അറ്റാക്ക് അല്ലെങ്കിൽ രോഗിയായിട്ട് നാട്ടിലേക്ക് വരുന്നത് എന്നറിയില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നാട്ടിൽ വന്നു കഴിഞ്ഞാലും ജീവിക്കണം. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ ആ രീതിയിലാക്കണം. അപ്പോൾ നിങ്ങളെ കുടുംബങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നത് നിങ്ങളിൽ നിന്നുള്ള റവന്യൂ കൊണ്ട് മാത്രമാണ്, അല്ലാതെ ഒരു ഹൃദയബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സ്നേഹബന്ധമല്ല. അപ്പോൾ നിങ്ങൾക്ക് ആ റവന്യൂ നിങ്ങൾ ഒന്നുവാണെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങളിൽ നിന്നുള്ള റവന്യൂ അയച്ചു കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ 2 മാസം അങ്ങോട്ട് നാട്ടിലേക്ക് പണം അയക്കുന്നില്ലെങ്കിൽ അവർ നിങ്ങളെ വിട്ടുപോകും, നിങ്ങൾ അനാവശ്യം പറയും. അപ്പോൾ ആ രൂപത്തിൽ ഭ്രാന്തവും പൈശാചികവും പിന്തിരിപ്പൻ രൂപത്തിലുള്ള പല സാഹചര്യങ്ങളും നമ്മൾ കാണുന്നു, പല കഥകളും വായിക്കുന്നു, നേരിട്ട് പ്രാക്ടിക്കലായിട്ട് പലതും കാണുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഒരു കൺട്രോൾ ചെയ്തുകൊണ്ട്, നിങ്ങളൊരു മെഴുകുതിരിയാണ്. മെഴുകുതിരി എന്ന് പറഞ്ഞാൽ അതിന് ചുറ്റും ഇരിക്കുമ്പോൾ നമുക്ക് വെളിച്ചം കിട്ടും. അങ്ങനെ സ്വയം ഉരുകി അത് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്, പക്ഷേ ഇത് സ്വയം ഉരുകി പോകുമ്പോൾ ഒന്നുമില്ലാത്ത രൂപത്തിലാവരുത്. അതുകൊണ്ട് വളരെ കൺട്രോൾ ചെയ്തുകൊണ്ട്, വളരെ ചിന്തിച്ചുകൊണ്ട്, ആഴത്തിൽ ഇതിനെപ്പറ്റി ഒരു ഗവേഷണം നടത്തിക്കൊണ്ട് നിങ്ങൾ ലൈഫ് കൂടുതൽ ഉഷാറാക്കുകയും അവിടെ എൻജോയ് ചെയ്യുകയും നാട്ടിലേക്കുള്ള റവന്യൂ കുറക്കുകയും അത് സേവിങ്സിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ സംഭവിക്കും. അപ്പോൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോഴും റെസ്പെക്റ്റ് കിട്ടും. അതല്ലെങ്കിൽ റവന്യൂ ഇല്ലെങ്കിൽ ആരും പരസ്പരം യാതൊരുവിധ റെസ്പെക്റ്റും നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ പുറന്തള്ളും. നിങ്ങൾ വീട്ടിൽ തിരിച്ചു വരുമ്പോൾ ഒന്നുമില്ലാത്തൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും പറഞ്ഞ് എക്സ്ക്യൂസ് പറഞ്ഞ് നിങ്ങളെ പുറന്തള്ളി, ഇത് വീട് എൻ്റേതാണ്, അതിൻ്റേതാണ് എന്നൊക്കെ പറഞ്ഞ് അത്രയും പൈശാചികമായിട്ടുള്ള അവസ്ഥ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രവാസികൾ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങളുടെ റവന്യൂ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതാണ് എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം പറയാനുള്ളത്. വളരെ ക്ഷമയോടെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.